ഒന്ന് പറയണ്ടേ? നമ്മളൊക്കെ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഈ പാപം കെട്ടുന്നു, പാപം അഴിക്കുന്നു, കെട്ടുന്നു അഴിക്കുന്നു. അതുകൊണ്ട് കൂടെയാണ് ഈ പലരും കുമ്പസാരിക്കാൻ വരെ ഇഷ്ടപ്പെടാതെ. ഇപ്പം പാപങ്ങളുടെ പട്ടിക എന്ന് പറഞ്ഞ നമ്മുടെ കുർബാനക്രമത്തിലൊക്കെ ഇതും കൂടെ വായിക്കുമ്പോഴേ മനസ്സും മടുക്കും. പിന്നെ ഇതിന് ഞാൻ ചെയ്ത ഏതാണ്, ചെയ്യാത്ത ഏതാണ്, പിന്നെ അത് വന്ന് അച്ഛനോട് പറയണം, പിന്നെ ഈ അച്ഛൻ എന്നെ എങ്ങനെ നോക്കൂ. ഇത് വേറൊരു തലം കൂടെ ഉണ്ട് കേട്ടോ. നിങ്ങളുടെ വിഷമങ്ങൾ പറയാൻ പറ്റുന്നൊരു സ്ഥലം കൂടാണ്. അങ്ങനെ കൂടെ ചിന്തിച്ചാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ആശ്വാസം കിട്ടും. നിങ്ങളുടെ ജീവിത പങ്കാളിയോട് പറഞ്ഞിട്ട് മനസ്സിലാകാത്ത നിങ്ങളുടെ സങ്കടങ്ങൾ, നിങ്ങളുടെ മക്കൾ മനസ്സിലാക്കാത്ത കാര്യങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ ഇടങ്ങൾ, നിങ്ങളുടെ സങ്കടങ്ങൾ, മനസ്സിൻ്റെ ഭാരങ്ങൾ എല്ലാം ഇറക്കി വെക്കേണ്ട ഒരിടം കൂടാണ് ഈ കുമ്പസാരം. അത് നിങ്ങൾ ഒരിക്കൽ അതിൻ്റെ ആനന്ദം അറിഞ്ഞുണ്ടല്ലോ, പിന്നെ നിങ്ങൾ നിരന്തരം കുമ്പസാരിക്കും. ഞാൻ ഈ ചെങ്ങന്നൂർ ചന്തയിലാണ് സാധനമൊക്കെ മേടിക്കാൻ വരുന്നത്. കുറേ പേരെങ്കിലും എന്നെ കണ്ടിട്ടുള്ള അങ്ങനെ ആയിരിക്കും. എന്നൊരു തൊപ്പിയും കുപ്പായൊക്കെ ഇട്ട് പച്ചക്കറിയും മേടിച്ചിട്ടുണ്ടെങ്കിൽ സ്ഥിരം കാഴ്ചയാണ്. എനിക്കും തോന്നിയിട്ടുണ്ട്, ദൈവമേ പലപ്പോഴും ഞാൻ കോമാളിയാവുന്നെന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്. പക്ഷെ വേറെ ആരും